ഞാൻ ആദ്യം ഒന്ന് ശ്രീ കെ രാധാകൃഷ്ണൻ MP-യിലേക്ക് പോകുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോക്സഭയിൽ ചർച്ച തുടരുന്ന സാഹചര്യമാണ്. നാളെ ഉച്ചയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പിലേക്കും മറ്റും പോവുക. 12 മണിക്കൂറിലധികം നീളുന്ന ഒരു സമയമാണ് ഈ ചർച്ചയ്ക്കായിട്ട് ഇന്ന് തീരുമാനിച്ചിട്ട് ഉള്ളത് എന്നതുകൂടിയുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ കെ രാധാകൃഷ്ണൻ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വനിതാ ബില്ല്, അതിനോടൊപ്പം അതിൻ്റെ മറവിൽ മണ്ഡല പുനർനിർണയം, അതുമായി ബന്ധപ്പെട്ട നീക്കവും മോദി സർക്കാർ നടത്തുന്നു എന്നുള്ളതാണല്ലോ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു നീക്കം മോദി സർക്കാർ നടത്തുന്നു. അതിൽ വലിയ പ്രതിഷേധം, വലിയ എതിർപ്പ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. സഭയിൽ നാളെ വോട്ടെടുപ്പുമാണ്. ഏത് തരത്തിലാവും പ്രതിപക്ഷം പ്രതിരോധിക്കാൻ പോകുന്നത്? എന്താണ് പ്രതിപക്ഷം കരുതുന്നത്? ഇപ്പോ പെട്ടെന്നാണ് ഈ 131 കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചത്. കഴിഞ്ഞ മാർച്ച് 30-31 തീയതികളിൽ ബില്ലെടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം മാറ്റിവെച്ച് സഭ പൂർണ്ണമായിട്ടും പിരിയാതെ, അനിശ്ചിതകാലത്തേക്ക് പിരിയാതെ താൽക്കാലികമായിട്ട് പിരിഞ്ഞ് ഇന്ന് വീണ്ടും സമൻ ചെയ്താണ് അംഗങ്ങൾ എത്തിയത്. 16, 17, 18 തീയതികളിലോടുകൂടി ഈ ബില്ല് പാസ്സാക്കണമെന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇത്ര ഹരിബറിയായിട്ട് ഈ ബില്ല് പാസ്സാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് 2023 സമാനമായ ബില്ല് നമ്മൾ സഭ ചർച്ച ചെയ്ത് യുനാനിമസ് ആയിട്ട് പാസ്സാക്കിയിട്ട് അന്നത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തടസ്സമായി പറഞ്ഞത് നമുക്ക് സെൻസസ് എടുക്കണം, കൃത്യമായിട്ടുള്ള ജനസംഖ്യ മനസ്സിലാക്കണം, അതനുസരിച്ച് ഡിലിമിറ്റേഷൻ കൊണ്ടുവരണം. ഡിലിമിറ്റേഷനും സെൻസസും എടുത്തതിന് ശേഷമാണ് ഇനി പുനർവിഭജനം ഉണ്ടാവൂ എന്നാണ് ഈ ബില്ല് നടപ്പിലാക്കുള്ളൂ എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ധൃതി പിടിച്ച് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അത് റിസർവേഷൻ നടപ്പിലാക്കണമെന്നുള്ള വലിയ ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് റിസർവേഷൻ കാണിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബംഗാൾ, ആസാം, അതുപോലെ കേരളം, തമിഴ്നാട്, പുതുച്ചേരി എല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സന്ദർഭത്തിലാണ് വനിതാ റിസർവേഷൻ ബില്ല് കൊണ്ടുവരുന്നത് തന്നെ അതൊരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായിട്ട് തന്നെ കണക്കാക്കേണ്ടതാണ്. പക്ഷെ ഇലക്ഷൻ കമ്മീഷനൊക്കെ ഇപ്പൊ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന പോലെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമായിട്ട് മാറിയതുകൊണ്ട് അത്തരം പരാതികൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ജനങ്ങളെയും വോട്ടർമാരെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 33% റിസർവേഷൻ, വനിതകൾക്കുള്ള റിസർവേഷൻ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ജനങ്ങളെ വോട്ട് സ്വാധീനിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബില്ല് കൊണ്ടുവന്നതെന്നാണ് CPM പ്രധാനമായിട്ട് പറയുന്നത്. CPM ബില്ലിനെതിരല്ല. നമ്മൾ നേരത്തെയും വനിതകൾക്ക് പ്രാധാന്യം കിട്ടണം എന്നുള്ള അഭിപ്രായത്തോട് യോജിപ്പാണ്. എക്കാലത്തും വനിതകളുടെ റിസർവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് മുൻഗണനയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഇടപെടൽ നടക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടികളും വിശിഷ്യ CPM-ഉം. അത് പാർട്ടിക്കകത്തടക്കം ആ റിസർവേഷൻ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വനിതാ റിസർവേഷനെതിരല്ല ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ CPM-ന്റെ നയം അന്നും പറഞ്ഞിട്ട് ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. വേണ്ടത്ര ഹോംവർക്ക് ചെയ്യാതെയാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ എത്ര സീറ്റുകൾ നമുക്ക് രാജ്യത്തിന് വേണം, അതിനെക്കുറിച്ച് ഒരു വിപുലമായിട്ടുള്ള ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ താൽക്കാലിക ഒരു ചെറിയ ചർച്ച നടത്തുക എന്നുള്ളതിന്റെ അപ്പുറത്ത് വിപുലമായിട്ട് ഒരു ചർച്ച നടത്തേണ്ട ഒരു കാര്യമാണ്. അതുപോലെ സംസ്ഥാന ഗവൺമെന്റുകളായിട്ട് ആലോചിക്കേണ്ടതാണ്. ഈ രംഗത്തെ പ്രമുഖരായുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടൊക്കെ ആയിരിക്കണം ബില്ല് കൊണ്ടുവരേണ്ടത്, സാവകാശമെടുത്തുകൊണ്ട്. അതുപോലെ സെൻസസ് പൂർത്തീകരിച്ചതിന് ശേഷം ഈ ബില്ല് കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ. 2011 ലാസ്റ്റ് സെൻസസ് എടുത്തത്. സാധാരണഗതിയിൽ 10 വർഷം കൂടുമ്പോൾ സെൻസസ് എടുക്കേണ്ടതാണ് 2021. എന്നാൽ UPA ഗവൺമെന്റ് അല്ലെങ്കിൽ UPA ഗവൺമെന്റിന്റെ കാലത്തെടുത്ത സെൻസസിന് ശേഷം NDA ഗവൺമെന്റ് കാലത്ത് 2021 ആ സെൻസസ് നീട്ടിക്കൊണ്ടുപോവുകയാണ് വെച്ചത്. 2026 ഇപ്പോഴും സെൻസസിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുള്ളൂ. അത് എന്നേക്ക് തീരുമെന്നൊന്നും ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അപ്പൊ ആ സെൻസസ് കൂടി പൂർത്തീകരിച്ചതിന് ശേഷം
ഡിലിമിറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. ആ ധാരണയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഡിലിമിറ്റേഷനും പിന്നെ ഈ റിസർവേഷൻ ബില്ല് ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ സെൻസസ് അനുസരിച്ച്, പോപ്പുലേഷൻ അനുസരിച്ച് ഡിലിമിറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ള ആ നിലപാടിലേക്കല്ല ഗവൺമെന്റ് പോയത്. അപ്പൊ ഗവൺമെന്റ് ഇതിൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബില്ല് ഇപ്പോൾ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തന്നെയുമല്ല, ഈ പോപ്പുലേഷൻ എത്രയുണ്ട് അല്ലെങ്കിൽ സെൻസസ് പൂർത്തീകരിച്ചതിന് ശേഷം എടുക്കണമെന്ന് പറയാനൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ SC ST വിഭാഗങ്ങൾക്ക് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ റിസർവേഷൻ ലഭ്യമാകുന്നുണ്ട്. ഇപ്പൊ 2011 സെൻസസ് അനുസരിച്ചുള്ള കണക്ക് വെച്ചിട്ടാണ് പിന്നെ SC ST വിഭാഗങ്ങൾക്ക് സീറ്റ് ഡിവൈഡ് ചെയ്തെങ്കിൽ അവർക്ക് അർഹമായിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലേഷൻ അനുസരിച്ചുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന തുല്യമാകും. ഇപ്പൊ 15 കൊല്ലത്തിന് ശേഷം പോപ്പുലേഷൻ വർദ്ധിച്ചു കാണും എല്ലാ സംസ്ഥാനങ്ങളിലും. SC ST പോപ്പുലേഷൻ വർദ്ധിച്ചു കാണും. അപ്പൊ അതനുസരിച്ചുകൊണ്ടുള്ള സീറ്റ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തീരുമാനിക്കുന്നില്ല. കാരണം നിലവിലുള്ള ആ കണക്കെടുത്തുകൊണ്ടല്ല സീറ്റ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുക. അത് SC ST ജനവിഭാഗങ്ങളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള മുൻ അജണ്ട തന്നെ നടപ്പിലാക്കാൻ ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അപ്പൊ SC ST വിഭാഗത്തിലെ വനിതകൾക്കുള്ള റിസർവേഷൻ സീറ്റ് എത്രയാണ്, ആ സീറ്റ് കണക്കാക്കേണ്ടത് എങ്ങനെയാണ്? അത് 2011 സെൻസസ് വെച്ചാണോ കണക്കാക്കേണ്ടത്? അല്ലെങ്കിൽ പുതിയ സെൻസസ് എടുത്ത് എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ടാണ് പിന്നെ ഡിലിമിറ്റേഷൻ കൊണ്ടുവരേണ്ടത്. അപ്പൊ അതൊന്നും തയ്യാറാകാത്തൊരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഒന്നടക്കം ഈ ബില്ലിനെ എതിർക്കാൻ പ്രധാനമായിട്ടും കാരണം. CPM എതിർക്കാൻ കാരണം അത് തന്നെയാണ്. ബില്ലെന്ന് പറഞ്ഞാൽ ബില്ലിനെ എതിർക്കുന്നുള്ളൂ, റിസർവേഷൻ സംവിധാനമൊക്കെ വരണം. അതായത് പ്രോപ്പറായിട്ട് തന്നെ വരേണ്ടത് അനിവാര്യമാണ്.